ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ടോസോ മസിൽസ് ആണ് മോഡൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയൊരു ക്വിക്ക് ട്യൂട്ടോറിയലാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലാസ്റ്റ് ട്യൂട്ടോറിയലിൽ ഞാൻ നമ്മുടെ മോഡലിനെ ഒന്ന് ഡൈനാമിഷ് ചെയ്തിരുന്നു. അത് ചെയ്തത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഹാൻഡ്സും ഫിംഗറും ഒക്കെ ഒന്ന് പെട്ടെന്ന് മോഡൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി തുടരണമെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിനെ റീമെഷ് ചെയ്ത് ഈ ഒരു ഹൈ പോളി ഡീറ്റെയിൽസിനെ ആ ഒരു റീമെഷ്ഡ് മോഡലിലേക്ക് മാറ്റണം. സിംപ്ലി പറയുകയാണെങ്കിൽ, ഈ ഒരു മോഡൽ ഇപ്പോൾ ഹൈ റെസൊല്യൂഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസിന് ഒരു ലോ റെസൊല്യൂഷൻ മോഡലിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ മോഡലിൽ നടത്താനും കഴിയും. അപ്പോൾ അതിന് അത്യാവശ്യം നല്ലൊരു പോളി കൗണ്ട് ഉള്ളൊരു മോഡലിൽ തന്നെ നമുക്ക് ഈ ഡീറ്റെയിൽസ് പ്രൊജക്റ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഡൈനാമിഷ്ഡ് മോഡലാണ്. ഇതിനെ നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഇതിനെ ഞാൻ തൽക്കാലത്തേക്ക് ഹൈ പോളി എന്ന് കൊടുക്കുകയാണ്. താഴെയുള്ള മോഡലിൻ്റെ തൽക്കാലത്തേക്ക് ലോ പോളി എന്നും കൊടുക്കാം. ഇനി ചെയ്യേണ്ടത്, ഈ ഒരു ലോ പോളി മോഡൽ എടുക്കുക. ഇതിനെ നമ്മൾ ജോമെട്രിയിൽ പോയിട്ട് സി റീമെഷറിൽ കയറിയിട്ട് ഒരു അത്യാവശ്യം ഈ ഒരു വാല്യൂ മതിയാകും കൊടുത്തതിന് ശേഷം റീമെഷ് ചെയ്യണം. റീമെഷ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം. ഈ ഒരു ഡൈനാമിഷ് ചെയ്യപ്പെട്ട മോഡലിൽ അത്യാവശ്യം നല്ലൊരു പോളി കൗണ്ട് ബിൽഡപ്പ് ആകും. ബട്ട് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ അപ്രത്യക്ഷമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഇവിടെ പോയിട്ടുണ്ടാവും. അത് കാര്യമാക്കണ്ട. ജസ്റ്റ് ഈ ഒരു മോഡലിനെ ഒന്ന് കൺട്രോൾ ഡി കൂടെ ശരിയാകും എന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ലോവർ സബ്ഡിവിഷൻ ഡിലീറ്റ് ലോവർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോ പോളി ഇവിടെയുണ്ട്. ഇനി ലോ പോളി മോഡലിനെ മുകളിൽ കൊണ്ടുവരണം. അതിനായിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോ പോളി മുകളിൽ വരും. ഹൈ പോളി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ആ ഒരു ഡൈനാമിഷ് ചെയ്ത മോഡലാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡൈനാമിഷ് ചെയ്യപ്പെട്ട മോഡലിലുള്ള ഇത്തരം ഡീറ്റെയിൽസൊക്കെ ഉണ്ടല്ലോ, ഈ റിക്കേജ് ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഇതിനകത്തില്ല, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഹൈ പോളി ഡീറ്റെയിൽസിനെ ലോ പോളി മെഷിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് രണ്ടും ഐബോൾ സൈൻ ഓൺ ചെയ്യണം. എന്നിട്ട് ലോ പോളി സബ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ പ്രൊജക്റ്റ് ഓൾ കൊടുത്തു കഴിയുമ്പോൾ, ഇനി നിങ്ങൾക്ക് ഹൈ പോളി ഓഫ് ചെയ്യാം. പ്രൊജക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ലോ പോളി മെഷിൽ ഈ ഒരു ഹൈ പോളി ഡൈനാമിഷ് ചെയ്ത മോഡലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. ഇനി ജസ്റ്റ് ഒന്ന് ഡാം സ്റ്റാൻഡേർഡ് ബ്രഷ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള ലൈൻസാണ് വരയ്ക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് ഫർദർ സ്കൾപ്റ്റിങ്ങിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, റീമെഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ് ഡിവിഷൻ കൗണ്ട് വളരെയധികം കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, ഒരു അത്യാവശ്യം നല്ലൊരു സബ് ഡിവിഷൻ ലെവലുള്ള മോഡലാണെങ്കിൽ നമ്മൾ ഈ ലൈൻസൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് ഷാർപ്പായിരിക്കും. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ലൈൻസ് ഒന്നും ഇത്രയും ഷാർപ്പാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു തേർഡ് ലെവലിൽ കൊണ്ടുപോയതിന് ശേഷം മാത്രം
അതിനെ പ്രൊജക്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത്യാവശ്യം മസിൽ ലാൻഡ് മാർക്സ് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സ്മൂത്ത് ലൈൻസൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വോളിയംസ് ഒക്കെ ഇതുപോലെ ആഡും ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകാതെ ടോർസോ മോഡലിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് സ്കൾപ്റ്റിംഗ് തുടരാം. ചില ഇംപെർഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ചെസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് ശരിയാക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡ് വ്യൂവിൽ കാണുന്നുണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ ഉള്ള പ്രശ്നം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനുശേഷം നമ്മൾ കുറച്ച് ചെസ്റ്റ് വോളിയം ആഡ് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലുള്ള ബോണിൽ നിന്നാണ് ചെസ്റ്റ് മസിൽ വരുന്നത്. ആ മസിലിൻ്റെ കുറച്ച് ഭാഗം നമ്മുടെ ക്ലാവിക്കിൾ ബോണിലും കുറച്ച് ഭാഗം സ്റ്റേർണം, അതായത് നമ്മുടെ റിബ്കേജിലുള്ള നമ്മുടെ ആ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സെൻറ്റർ ബോണിലും കുറച്ച് ഭാഗം അറ്റാച്ച് ആയിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മൾ കഴുത്തിലെ മസിൽസിനെ ഒന്ന് മോഡൽ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ് എന്ന പുസ്തകത്തിലെ റെഫറൻസാണ്. അതോടൊപ്പം തന്നെ മറ്റ് റെഫറൻസുകളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതായിരിക്കും, അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാവിക്കിൾ ബോൺ എപ്പോഴും ഒരു എസ് ആകൃതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു എസ് ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് വോളിയൂംസ് ഒക്കെ ആഡ് ചെയ്യാം. ആദ്യം കഴുത്തിലുള്ള എല്ലാ മസിലുകളുമുള്ള ബേസിക് ആയിട്ടുള്ള മസിൽസ് മാത്രം ഒന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ മസിൽസൊക്കെയാണ് സാധാരണക്കാരായ ആൾക്കാരിലും എളുപ്പം വിസിബിൾ ആയിട്ടുള്ള മസിൽ. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ മോഡൽ ചെയ്യണം. അടുത്തടുത്ത സ്റ്റേജുകളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിലുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ഹ്യൂമൻ അനാറ്റമി അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാരക്ടർ മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് മസിൽ ലാൻഡ്മാർക്സിനെ കുറിച്ചുള്ള ഒരു നോളജാണ്. അത്യാവശ്യം പേരുകളൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലത്. ആക്ച്വലി ഇതിൽ ചെസ്റ്റ് കുറച്ച് വൈഡായിപ്പോയി. നമ്മൾ അടുത്ത ട്യൂട്ടോറിയലുകളിൽ ഇത് ഫിക്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബേസ് മെഷിൽ നമ്മൾ ബോണി ലാൻഡ്മാർക്സ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ക്യാരക്ടറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അനാട്ടമീസ് ഫോർ സ്കൾപ്റ്റേഴ്സ് തന്നെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ റിപ്ഡ് ബോഡീസ് റെഫറൻസുകളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഋത്തിക് റോഷൻ്റെയൊക്കെ ആ ഒരു ബോഡി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസായിട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ മോഡലിൽ യൂസ് ചെയ്ത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിസിക് കൊണ്ടുവരാനായിട്ട് നോക്കാം. ഇനി നമുക്ക് അബ്ഡോമിനൽ മസിൽസ് ആണ് ചെയ്യേണ്ടത്. അബ്ഡോമിനൽ മസിൽസ് ഈ എന്താണ് ബോക്സസ് അടുക്കി വെച്ചതുപോലെയല്ല ശരിക്കും കാണപ്പെടുന്നത്. അതിനൊരു പ്രത്യേക ഒരു ഡിഫൈൻഡ് ഷേപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഷേപ്പ് മാത്രം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്.
ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഐ തിങ്ക് നമ്മുടെ ബാക്ക് മസിൽസ് ഒക്കെ സ്കൾപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ടോർസോ മസിൽസിനെ ഒന്നുകൂടി ഒന്ന് റിഫൈൻ ചെയ്യും. അപ്പോൾ അതുവരെ ഈ ഒരു ഷേപ്പൊക്കെ ഓക്കെയാണ്. മസിൽസിൻ്റെ സിമെട്രി ഇതെല്ലാം നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ചില മസിൽസൊക്കെ നമുക്ക് അൺറിയലായിട്ട് തോന്നാം, പക്ഷേ കാര്യമാക്കേണ്ട. അടുത്ത എപ്പിസോഡിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഷാർപ്പ് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കാണാൻ ഒരു ലുക്ക് അത് മാത്രം മതിയാകും. നേവൽ ഏരിയ കുറച്ചൊന്ന് മോഡൽ ചെയ്യുകയാണ്. ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ സബ് ഡിവിഷൻ ലെവൽ 4 കൊണ്ടുവന്നിരിക്കുകയാണ്. ആക്ച്വലി ഇതും ഒരുപാട് ട്രയൽ ആൻഡ് എറർ വേണ്ടി വരുന്ന ഒരു സംഗതിയാണ്. പ്രധാനമായിട്ടും നമ്മൾ ടോർസോയിൽ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ്, നെക്ക് മസിൽസ്, ചെസ്റ്റ് മസിൽസ്, അബ്ഡോമിനൽ മസിൽസ്, പിന്നെ നമ്മുടെ സൈഡിൽ വരുന്ന ആ ഒരു വിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടുത്തെ മസിൽസാണ്. ഒരുപാട് സമയമെടുത്ത് വേണം ഇത് ചെയ്യേണ്ടത്. കാരണം ആ ഒരു മസിൽസിൻ്റെ ഷേപ്പ് കൺവേ ആകുന്നത് വരെ നമുക്ക് ഇത് മോഡൽ ചെയ്യേണ്ടി വരും. കുറച്ച് നേരത്തേക്ക് നമുക്ക് കൈ ഒന്ന് എടുത്ത് കളയുകയല്ല കേട്ടോ, ഹൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇത് അത്യാവശ്യം നല്ലൊരു റെഫറൻസ് ഇമേജ് ആണ് കേട്ടോ. സാധാരണ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഈ ഒരു വിങ് മസിൽസ് ഒരു 4-5 മസിൽസ് മാത്രമേ നമുക്ക് വിസിബിൾ ആവുകയുള്ളൂ. സപ്പോസ് ഒരു ബോഡി ബിൽഡർ ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ബാക്കി നമ്മുടെ ചെസ്റ്റ് മസിൽസിനുള്ളിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ മസിൽസ് മാത്രം കാണാൻ സാധിക്കാത്തത്. ഒരു ഭാഗം നമ്മുടെ ബാക്ക് മസിൽ ഉണ്ടല്ലോ, ഐ തിങ്ക് ലാറ്റിസ് ഡോർസൽ, അതിനകത്തേക്കായിരിക്കും കാണപ്പെടുക. അതുകൊണ്ട് ടോട്ടൽ 8 മസിലുകളാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ടോട്ടൽ നമ്പർ. നമ്മളിപ്പോൾ ഒരു കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 4 മസിൽസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ചില ആളുകളിൽ 9 മസിൽസുകൾ വരെ വരും കേട്ടോ. ആ ഒരു മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ നമ്മൾ മോഡൽ ചെയ്യുകയാണ്. ഇവിടെ കൂടുതൽ വോളിയം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു മസിൽസിൻ്റെ ഒരു ലാൻഡ് മാർക്ക് മാത്രം മതിയാകും. സി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഡൂഡിൽ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും വരയ്ക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ.
അത്ര പോലും ഷാർപ്പൺ ചെയ്യണ്ട. നമ്മളിത് ബൈ ദി എൻഡ് ഓഫ് ദ ട്യൂട്ടോറിയൽ നമ്മൾ ഇത് സ്മൂത്തൊക്കെ ചെയ്യുന്നതാണ്. സേവ് ചെയ്യാൻ മറക്കരുത്.